കേരളത്തെ ആഗോള ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ദീക്ഷാരംഭ് 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ഇന്നൊവേഷൻ സ്റ്റഡി ഇൻ കേരള പദ്ധതികൾക്കും തുടക്കമായി. ഭാവിക്കായി സജ്ജരാക്കുന്ന ലോകോത്തര പഠനാവസരങ്ങൾ ഒരുക്കി പ്രതിഭകളുടെ വിദേശത്തേക്കുള്ള ഒഴുക്ക് തടഞ്ഞ് കേരളത്തെ ആഗോള ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പുതിയ അധ്യയന വർഷാരംഭ ചടങ്ങായ ദീക്ഷാരംഭ് 2026 ജെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ഇന്നൊവേഷൻ സ്റ്റഡി ഇൻ കേരള പദ്ധതി എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങൾ ആ കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ ഇൻഡസ്ട്രിയുമായി കൊളാബറേഷൻ ഉണ്ടാകും, കോർപ്പറേറ്റുകളുമായി ഉണ്ടാകും. കുട്ടികൾക്ക് പഠിക്കണം, കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം, കുട്ടികൾക്ക് ജോലി കിട്ടാനുള്ള സൗകര്യം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കണമെന്നതാണ് നമ്മുടെ സർക്കാർ. കേരളം മുന്നോട്ട് കുതിക്കുമ്പോൾ നിങ്ങളതിൽ പങ്കാളികളാകണം. അതിനു വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾക്കാണ് നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത്. നമ്മൾ വരാനിരിക്കുന്ന തലമുറകൾ വളരെ സന്തോഷത്തോടു കൂടി നന്നായി പഠിച്ച് ഒരുപാട് ഉയരങ്ങളിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുപോകാനുള്ള ബാധ്യത ഈ ഗവൺമെന്റിനുണ്ട്. കേരളത്തെ ആഗോള വിജ്ഞാന കേന്ദ്രമാക്കി മാറ്റാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യത്തിന് പിന്തുണ നൽകുന്നതിനൊപ്പം സാമൂഹിക വെല്ലുവിളികളെ നേരിടാൻ വിദ്യാഭ്യാസം, ഗവേഷണം, നൂതനാശയങ്ങൾ എന്നിവ സമന്വയിപ്പിക്കാനുള്ള സർവകലാശാലയുടെ പ്രതിബദ്ധതയാണ് ജെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ഇന്നൊവേഷൻ സ്റ്റഡി ഇൻ കേരള എന്നീ പദ്ധതികളിലൂടെ പ്രതിഫലിക്കുന്നതെന്ന് ജെയിൻ യൂണിവേഴ്സിറ്റി ന്യൂ ഇനിഷ്യേറ്റീവ്സ് ഡയറക്ടർ ഡോക്ടർ ടോം എം ജോസഫ് പറഞ്ഞു. Realize the potential and shape futures through high quality education, research, enterprise. We are also launching the Study in Kerala, an initiative to promote and position Kerala as the global destination for education. ജെയിൻ യൂണിവേഴ്സിറ്റി സ്ഥാപക ചെയർമാനും ചാൻസലറുമായ ഡോക്ടർ ചെൻരാജ് റോയ്ചാന്ദ്, അഡ്വൈസർ ഡോക്ടർ ഈശ്വരൻ അയ്യർ, ഫ്യൂച്ചർ കേരള മിഷൻ ചെയർമാൻ പ്രൊഫസർ വേണു രാജമണി, പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ ജെ ലത എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ജനം, കൊച്ചി.